ഓ ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമാ. വൈറ്റമിൻ 3X. അത് ശരി. അച്ഛന്റെ ഒടുക്കത്തെ കുടി നിർത്താതെ ഈ കുടുംബം നന്നാവില്ല. ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ നേന്ത്രപ്പഴില്ല. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റുണ്ടോ ഷർട്ടുണ്ടോ ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊക്കെ കാരണവന്മാര് ചെയ്ത എന്താ നിങ്ങൾ ഒരാളെ എന്റെ അച്ഛനെ നശിപ്പിക്കുന്നത്. ഇന്നലെ നിന്റെ അച്ഛൻ കുടിച്ചില്ല, എനിക്ക് പങ്കില്ല. കുടിച്ചുള്ള വില പോയി. അല്ല, പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. ഇനി വിക്രമേട്ടനായിട്ട് അച്ഛന്റെ വില കൂട്ടാൻ നിൽക്കണ്ട. എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ. റിക്വസ്റ്റ്. നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബം വെച്ചത്. എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിയാക്കി വെള്ളം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ, എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടല്ല. ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ്. അയാളുടെ വൃത്തികെട്ട രണ്ട് മക്കളിപ്പോ എന്റെ നല്ലതാ. എനിക്ക് തന്നെ ഇത് വേണം. പ്രഭാകരേട്ടാ, ഞാൻ പോവാണ്. വിക്രമ, ഞാൻ പോന്നേ. ഞാൻ പോയിക്കോളാം. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിന്റെ തണ്ട കുടിക്കുന്നതിന്റെ കാരണം ഞാനല്ല, നിന്റെ അളിയന SI തണ്ടിയാണ്. ചോദിച്ചു നോക്ക്. കാണുമ്പോ നിന്റെ അച്ഛൻ സല്യൂട്ട് ചെയ്തില്ലെങ്കിലേ ആ ചെറ്റക്ക് സഹിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ആ പരട്ടാളി എന്റെ നേരെ വന്നാലുണ്ടല്ലോ, നിന്റെ പെങ്ങളെ മറ്റവനാണെന്ന് ഞാൻ നോക്കൂല. ലാത്തിയെടുത്ത് ഞാൻ കല്ലെറിഞ്ഞോണ്ടാളേം. എന്താടോ ആരെ കൊല്ലുന്നാ വിളിച്ചു പോകുന്നേ? അല്ല, ഞാൻ പറയാം. പറയല്ലേ. ഏതോ ഒരു കൊടിച്ചുപട്ടി കുറെ കാലമായി എന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആ കൊടിച്ചുപട്ടിയെ കണ്ടാൽ തല്ലി കൊല്ലാന്ന് ഞങ്ങൾ പറയുകയായിരുന്നു. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. നിങ്ങൾ കുടുംബക്കാരല്ലേ? കുടുംബക്കാരൻ ഇതിന്റെ അകത്തേം കാലത്തില്ല. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി, അവനെ പൊക്കാനാണ് ഞാൻ വന്നത്. നാളെ കാവൽ ഉത്സവമല്ലേ, അതിനു മുമ്പ് അവന്മാരെയൊക്കെ പൊക്കി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിന് ശരി ചിലപ്പോൾ ബാല കാണാൻ കഴിയൂ. ജരാസന്ധ അകത്തേക്ക് കയറുന്നില്ലേ? ഓ, കൊറേ കാലം ഇതിനകത്ത് തന്നെ ആയിരുന്നല്ലോ. ഒന്ന് കയറിയേച്ചുമ്പോ എന്താ സ്വർണ്ണം ഇരിക്കുന്ന അവിടെ? ഇവളിപ്പോ അമ്മയുടെ മോളല്ലമ്മേ, ഒരു പോലീസുകാരന്റെ ഭാര്യ. ഇവിടെ കയറുന്നതിനേക്കാൾ അന്തസ് അവൾക്ക് ആ കള്ളന്റെ വീട്ടിൽ കയറുന്ന. അവിടെ നമ്മൾ എന്തെങ്കിലും അടിച്ചോണ്ട് പോകാലോ, അതിന് കേസും ഉണ്ടാവില്ല. ഇത്തരം ചീള് കേസിനോട് സംസാരിച്ചത് നിന്റെ അന്തസ്സുകളല്ലേ? കൊച്ചുണ്ണി, മോനെ. എന്താ ഡാഡ്, 7th to 9 എനിക്ക് പഠിക്കലാണെന്ന് അറിയില്ലേ? പഠിക്കുന്ന പോലീസ് ഒന്നും ഇപ്പോൾ. ഓ, പൂവർ പോലീസ്, കഷ്ടം. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ. അച്ഛന്റെ പേര് പറഞ്ഞു വിളിക്കും. അച്ഛന്റെ പേര് വിളിച്ചതല്ല, പിന്നെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ എന്ന് പറഞ്ഞതാ. ഞാൻ കിടന്ന് കാണുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ മൈ ഡിയർ സൺ. എന്താണോ തുറക്കാൻ എത്ര താമസം? അത് അറിഞ്ഞു കിടന്നോടാ സാർ. നിൽക്കോ? താൻ LKG-യിലാണോ പഠിക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ ഗൾഫാണ്, വീട്ടിൽ മാത്രം കക്കൂ. ഒന്ന് മാറിയേട്ടാ. ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ല, പരാതി വേണ്ട. എന്ത് സൈസ് കൊച്ചുണ്ണി? അവനോടെ അവനിവിടെ ഇല്ല. വീട് സെർച്ച് ചെയ്യണോ? ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ ഇടയ്ക്കാ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. കുളിമുറിൽ ആരുണ്ട്? എടാ തുരപ്പാ. എന്തിനാ എന്നെ കുരക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്ത കേടാ. കുഴക്കല്ലേ, ഞാൻ പറഞ്ഞതാ. അയ്യോ, നിന്റെ തലാര എവിടെ കൊണ്ടു വെച്ചേ? തല മാത്രമല്ലടാ, ഉടലുണ്ട് താഴെ. നിന്റെ കുടലേനെടുക്കും. നീ ആരോട് വെച്ചിട്ട് ഈ വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലല്ലോ കയറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ലേ കയറിയത്. എടാ തുരപ്പ, എനിക്കില്ല. നീ ബഹളം വെക്കല്ലേ. ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല. സൗദേവാ, ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസുകാരില്ലട്ടാ, അത് നീ മറക്കണ്ട. പോലീസ് ഉണ്ടോ ഇല്ലെന്നെ കൊണ്ട് ഞാൻ കാണിച്ചു തരാടാ. കിട്ടിയോ? കൊച്ചുണ്ണിയെ പറമ്പിലൊന്നും കണ്ടില്ല സാർ. അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്ക് ഉറപ്പാ. ഈ കോമ്പൗണ്ടത്തെ നീ കാലുകുത്തന്നെ മുട്ടിയാലെന്തെങ്കിലും ഓടിക്കും. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ആണ്, വേണമെങ്കിൽ പിടിച്ചോണ്ടോ നോക്ക്. ഇല്ല, ഞാൻ എന്റെ പാട്ടിനങ്ങോട്ട് പോകും. ഇതാ സാർ വിളിച്ച ഞാൻ സ്റ്റേഷനിൽ വരാത്തത്. ജീപ്പിക്കണ്ടേ? ഞാൻ കേറിക്കോളാം. അളിയൻ സാറേ, ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൂ. 10 കാശ് സ്ത്രീധനം കൊടുക്കാനില്ലാതെ എന്റെ ഈ പെങ്ങൾ ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമ്പോ നിങ്ങൾ കൈയും കലാശമൊക്കെ കാണിച്ച് എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ഒരാങ്ങളെ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ നന്ദിയുണ്ട് നിങ്ങളോട്. എന്ന് കരുതി എന്റെ അച്ഛന്റെ മെക്കെട്ടെങ്ങാനും കയറാൻ ശ്രമിച്ച ഈ മൂലംകുഴിയിൽ സഹദേവൻ ആരാന്ന് നിങ്ങൾ അറിയും. ചെല്ല.